വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ഈ നിബന്ധന ബാധകമാക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ പരിഷ്കാരവുമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. മോഷണം പിടിച്ച ശേഷമാണ് പൂട്ടുമായി ജ്ഞാനേഷ് കുമാർ എത്തിയതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. കർണാടക CIDക്ക് എപ്പോൾ തെളിവുകൾ കൈമാറുമെന്നും അദ്ദേഹം ചോദിച്ചു. ഡി രാജ CPI ജനറൽ സെക്രട്ടറിയായി തുടരുമെന്നും രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവിന് ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. ദേശീയ കൗൺസിലിലും സെക്രട്ടേറിയറ്റിലും മറ്റാർക്കും ഇളവുകളില്ല. 75 കഴിഞ്ഞവർ മാറണമെന്ന് CPI പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം നിർദ്ദേശം വെച്ചിരുന്നു. ദേശീയ കൗൺസിലിൽ അടക്കം പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്നായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട്. പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കും. CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ KM ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടില്ലെന്ന് ഷാജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ഷാജഹാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം ആലുവ റൂറൽ സൈബർ പോലീസ് ഓഫീസിനു മുന്നിൽ ഷാജഹാനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തി. CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. മൂന്നാം പ്രതിയായ യാസറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരെയുള്ള അപവാദ പ്രചാരണത്തിൽ ചാവക്കാട് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ KV സത്താറിനെതിരെ കേസെടുത്ത ചാവക്കാട് പോലീസ്. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകനും മഹിളാ അസോസിയേഷൻ ചാവക്കാട് മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മിയും നൽകിയ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിലെ മുതിർന്ന നേതാക്കളായ MK കണ്ണനെതിരെയും AC മൊയ്തീനെതിരെയും സംസാരിക്കുന്ന ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി BP ശരത് പ്രസാദിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയെന്ന് റിപ്പോർട്ടുകൾ. ശരത്തിനെ കൂറ്ററാൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ശരത്തിനെ നീക്കുകയും ചെയ്തു. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ശരത് പ്രസാദ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ അനധികൃതമായി വെട്ടിയെന്ന ആരോപണം. കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ 12 പേരെയാണ് ഒഴിവാക്കിയത്. ഇവർ കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അന്തിമ പട്ടികയിൽ നിന്നാണ് ഒഴിവാക്കിയത്. ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചു എന്ന് കാണിച്ച് പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് വോട്ടർ പട്ടികയിലെ പരേതർക്കൊപ്പം ചായ കുടിച്ച് UDF പ്രതിഷേധവും നടത്തി. ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ അന്വേഷണം പരിഗണനയിലാണെന്ന ED. പ്രാഥമിക വിവരങ്ങൾ തേടുന്നുണ്ട്. ഹൈക്കോടതിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് EDയോട് ആരാഞ്ഞത്. ഈ സമയത്തായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വാക്കാലുള്ള മറുപടി. വാഹനകടത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ED പ്രാഥമിക വിവരങ്ങൾ തേടിയിട്ടുമുണ്ട്. അബ്ദുൾ നാസർ മദിനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസ് 4 മാസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് സുപ്രീം കോടതി. കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിക്ക് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. കൊല്ലം നഗരത്തിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിൽ മുഖ്യ കണ്ണിയായ യുവതി അറസ്റ്റിലായി. മങ്ങാട് സ്വദേശിനിയായ 27-കാരി ഹരിതയാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. വിദേശത്തിരുന്ന ലഹരി കച്ചവടത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രതി. ജയിലിൽ കഴിയുന്ന കൂട്ടുപ്രതികളെ ജാമ്യത്തിൽ ഇറക്കാനെത്തിയ ഹരിതയെ രഹസ്യ നീക്കത്തിലൂടെ പിടികൂടിയതാണെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. കോട്ടയത്ത് KSRTC ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പോലീസ് ജീപ്പിൽ KSRTC ബസ് തട്ടിയെന്ന് പറഞ്ഞ് പോലീസ് തല്ലുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ വേലായുധനെയാണ് വൈക്കം പോലീസ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദനെതിരെയാണ് കേസെടുത്തത്. പന്തളം പോലീസാണ് കേസെടുത്തത്. വാവരെ അധിക്ഷേപിച്ചുവെന്നും ആക്രമണകാരിയായി ചിത്രീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് വക്താവ് അനൂപ് VR-ന്റെ പരാതിയിലാണ് കേസ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകയാരമെന്ന മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രി പ്രകാശ് അംബേദ്കർ സംസ്ഥാനത്തെ ആശുപത്രികൾ സന്ദർശിച്ച ശേഷം ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിലാണ് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തെ അഭിനന്ദിച്ചത്. കേരളത്തിലെ മാതൃകാപരമായ പദ്ധതികളും ആരോഗ്യ കേന്ദ്രങ്ങളും അടുത്തറിയാനാണ് സംഘം കേരളത്തിലെത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. സ്വീകാര്യമായ മാതൃകകൾ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കുന്നതിന് മന്ത്രി എല്ലാ പിന്തുണയും അറിയിച്ചു. ഈ അധ്യയന വർഷത്തിലെ CBSE 10+2 ക്ലാസുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 ഫെബ്രുവരി 17-നാണ് 10+2 ക്ലാസുകളിലെ പരീക്ഷകൾ ആരംഭിക്കുക.
10ാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി 17 ആരംഭിച്ച് മാർച്ച് 1 അവസാനിക്കും. 10ാം ക്ലാസ്സിലെ രണ്ടാം ബോർഡ് പരീക്ഷ മെയ് 15 ആരംഭിച്ച് ജൂൺ 1 അവസാനിക്കുക. 12ാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി 17 ആരംഭിച്ച് ഏപ്രിൽ 10 അവസാനിക്കും. 2026 മുതൽ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ 2 തവണ നടത്തുമെന്ന് CBSE നേരത്തെ അറിയിച്ചിരുന്നു. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതി വ്യാജമെന്നാണ് പോലീസ്. മുൻ വൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നും കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ചൂണ്ടിക്കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി.